ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യ ഒരു വളരെ അഡ്വാൻസ്ഡ് ആയ എൻജിൻ അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കൽസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിൽ ഇന്ത്യ ഈ സ്പെസിഫിക് എൻജിൻ തിരഞ്ഞെടുത്തത്? അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ക്രൂഡ് ARലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിപരമായ അവസ്ഥ അതിൻ്റെതായ നീഡ്സ് ഉണ്ട്. കാരണം നമ്മുടെ ബോർഡറിൽ നമ്മുടെ ഉള്ള രാജ്യങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, ഇന്ത്യയായിട്ട് ഹോസ്റ്റൈലാണ്. അപ്പോൾ ഇപ്പോൾ ബംഗ്ലാദേശ് അടക്കമുള്ള ബോർഡറിൽ വേറെ ഇഷ്യൂസ് ഉണ്ട്, മ്യാൻമാർ അടക്കമുള്ള ബോർഡറിലും ഒക്കെ വേറെ പല ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സെക്യൂരിറ്റി കണ്ടീഷൻ മൊത്തത്തിൽ ഭയങ്കര ത്രെറ്റ്സ് നേരിടുന്നുണ്ട്. അത് സ്റ്റേറ്റ് ആക്ടേഴ്സ് ഉണ്ട്, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യക്ക് വിശാലമായ കടൽ തീരമുണ്ട്. ഏകദേശം ഒരു 7500-8000 കിലോമീറ്ററുള്ള കടൽ തീരമുണ്ട്, ഒരു വലിയ ഏരിയ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പെട്രോൾ ചെയ്യാനും ഇവിടെയെല്ലാം ഒബ്സർവ് ചെയ്യാനും ഒക്കെ ഇന്ത്യക്ക് ശക്തമായിട്ടൊരു എയർഫോഴ്സ് വേണം. അപ്പോൾ ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ തിരിച്ചാക്രമിക്കാനും. ഇപ്പോൾ നമ്മൾ അടുത്തിടെ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടു. അപ്പോൾ ഒരു യുദ്ധം തുടങ്ങിയപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ അറ്റാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇന്ത്യയുടെ എയർഫോഴ്സ് ഉള്ളതുകൊണ്ട് അത് ഡിഫെൻഡ് ചെയ്തു. അപ്പോൾ ഏത് രാജ്യത്തിനും ഒരു ശക്തമായ എയർഫോഴ്സ് ആവശ്യമാണ്. ഇനി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്ക് ഫൈറ്റർ ജെറ്റുകൾ കുറവാണെന്നുള്ളതാണ്. അതായത് ഇന്ത്യക്ക് ഇപ്പോൾ ഒരു 2 ഫ്രണ്ട് വാറാണ് ഇന്ത്യ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരു സൈഡിൽ പാകിസ്ഥാനും ചൈനയും. അപ്പോൾ നമുക്കൊരു 42-43 സ്ക്വാഡ്രന് വിമാനങ്ങളെങ്കിലും വേണം. പക്ഷേ നമുക്കിപ്പോൾ ഉള്ളത് 32 സ്ക്വാഡ്രനാണ്. അപ്പോൾ ധാരാളം വിമാനങ്ങൾ നമുക്ക് കുറവുണ്ട്. അതുപോലെ ഇന്ത്യ ഇപ്പോൾ ഉപയോഗിക്കുന്ന പല വിമാനങ്ങൾക്കും പല പ്രശ്നങ്ങളുണ്ട്. ചിലത് വളരെ ഔട്ട്ഡേറ്റഡ് ആണ്, ഓബ്സലീറ്റാണ്. അപ്പോൾ അതിൽ റെഗുലർലി ആക്സിഡൻറ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് കൂടുതൽ ഫൈറ്റർ ജെറ്റ്സിൻ്റെ ഇൻഡക്റ്റ് ചെയ്യുന്ന ആവശ്യമുണ്ട്. അപ്പോൾ അത് പല എക്സ്പേർട്സും പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ എയർ ചീഫ് മാർഷൽ AP സിംഗിൻ്റെ പ്രസ്താവന, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഓരോ കൊല്ലവും അറ്റ്ലീസ്റ്റ് 35 അല്ലെങ്കിൽ 40 ഫൈറ്റർ ജെറ്റെങ്കിലും എയർഫോഴ്സിലേക്ക് കയറ്റണം എന്നാണ്. എന്നാലാണ് നമുക്ക് ഒരു പവർ ഗ്യാപ്പ് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ പാകിസ്ഥാനായിട്ടും ചൈനയായിട്ടും. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് പ്രിപ്പയർഡ്നെസ് വളരെ മോശമാണ്. കാരണം CAGയുടെ റിപ്പോർട്ട് അനുസരിച്ചും നമ്മുടെ പൈലറ്റ് ട്രെയിനിങ്ങിൻ്റെ ഡെഫിഷ്യൻസി എല്ലാം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനങ്ങളുടെ കുറവ് പരിഹരിക്കാനുള്ള ഒരു വലിയ സൊല്യൂഷനായിട്ടാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത തേജസ് MK1 ഫൈറ്റർ ജെറ്റുകളെ കാണുന്നത്. അപ്പോൾ ഈ ജെറ്റുകളിപ്പോൾ കുറേ നാളായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഇൻഡക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഈ വിമാനത്തിന് എന്ത് വിമാനം ആയിക്കോട്ടെ, ഫൈറ്റർ ജെറ്റൊക്കെ ആയിക്കോട്ടെ, അതിന് ശക്തമായൊരു എൻജിൻ വേണം. അതായത് അതിന് ത്രസ്റ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ അതിന് ആ ഒരു പുഷ് കൊടുക്കാനുള്ള ഒരു ഫോഴ്സ് വേണം. അപ്പോൾ അതിനാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു വിമാനത്തിനും ശക്തമായൊരു എൻജിൻ വേണം. അപ്പോൾ ഒരു എൻജിൻ സെലക്ട് ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ചൊരു യുദ്ധവിമാനത്തിൻ്റെ എൻജിൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നോക്കണം. ബേസിക്കലി ആ വിമാനത്തിന് കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഹൊറിസോണ്ടലായിട്ട് കൊടുക്കുന്നൊരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഡയഗ്രാമിൽ കാണാം. അപ്പോൾ അതാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോഴ്സ് വിമാനം പോകുമ്പോഴാണ് വിമാനത്തിന് പൊങ്ങാനുള്ള അല്ലെങ്കിൽ ലിഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആ ത്രസ്റ്റ് കൂടുന്നതനുസരിച്ച് വിമാനത്തിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കും. അപ്പോൾ ഒന്ന് അതിൻ്റെ ത്രസ്റ്റാണ്. ഒന്ന് എത്ര പെട്ടെന്ന് ഈ ത്രസ്റ്റ് അതിനെ അച്ചീവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ, കാര്യം സ്റ്റേഷനറി ആയിട്ടിരിക്കുമ്പോൾ 0 ഇതിൻ്റെ ത്രസ്റ്റ്. അപ്പോൾ അതിൽ നിന്ന് ഈ ത്രസ്റ്റിലേക്ക് എത്ര പെട്ടെന്ന്, കാരണം വിമാനം പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ഒക്കെ ഇറക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതനുസരിച്ച് അതിന് നല്ല ആക്സലറേഷൻ വേണം. അതുപോലെ ഒന്ന് വിമാനം നല്ല സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റണം. കാരണം പ്രത്യേകിച്ച് യുദ്ധവിമാനമാകുമ്പോൾ ശത്രുക്കളുടെ മിസൈലും ഡ്രോണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്യണം. ശത്രുക്കളുടെ ടെറിട്ടറിയിലേക്ക് പെട്ടെന്ന് കയറണം. അതുകൊണ്ട് യുദ്ധവിമാനങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് സ്പീഡ്. ആ സ്പീഡ് കൊടുക്കുന്നത് എന്താണ്? വിമാനത്തിൻ്റെ എൻജിനാണ്. അതുപോലെ തന്നെ എഫിഷ്യൻസി, ഫ്യൂവൽ എങ്ങനെ എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഓവറായിട്ട് ഫ്യൂവൽ ഉപയോഗിക്കുവാണെങ്കിൽ മൊത്തത്തിൽ വെയിറ്റും കൂടും, കോസ്റ്റൊക്കെ കൂടും. അപ്പോൾ ഫ്യൂവൽ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ വിമാനത്തിൻ്റെ എൻജിൻ്റെ ഒരു ഡയഗ്രാം നമ്മൾ കാണുവാണെങ്കിൽ, ഈ ജിഫ് കാണുവാണെങ്കിൽ മനസ്സിലാക്കാം. വിമാനത്തിലെ എൻജിൻ അതിൽ ഓക്സിജൻ വലിച്ചെടുക്കും ഫ്രണ്ട് ബൈ സൈഡിൽ കൂടി. എന്നിട്ട് അത് ഉപയോഗിച്ച് ആ എൻജിനിലേക്ക് കയറിയിട്ട് ആ ഫ്യൂവൽ കത്തിക്കും. അപ്പോൾ അങ്ങനെ കത്തിക്കുമ്പോൾ ഒരു ഭയങ്കര എക്സ്പാൻഷൻ വന്ന് ഒരു ത്രസ്റ്റ് കിട്ടും. അതൊരു നോസിലിൽ കൂടി പുറകോട്ട് തള്ളും. അങ്ങനെയാണ് വിമാനത്തിന് വേണ്ട ബേസിക് ത്രസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ബേസിക് ഫൈറ്റർ ജെറ്റ്സ് എല്ലാം ഇങ്ങനെയാണ്. അപ്പോൾ ഈ ത്രസ്റ്റ് ഉപയോഗിച്ചാണ് വിമാനം പറന്നു പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ടൊരു ഫ്യൂവൽ എഫിഷ്യൻസി വേണം. അതായത് കുറച്ച് ഫ്യൂവലിൽ ഏറ്റവും നല്ല ത്രസ്റ്റ് കിട്ടുന്നൊരു സിസ്റ്റം ആവണം. അപ്പോൾ അത് അളക്കുന്ന മെഷർമെൻ്റാണ് വെയിറ്റ് ടു ത്രസ്റ്റ് റേഷ്യോ. അപ്പോൾ അത് അഡ്വാൻസ്ഡ് ആയിരിക്കണം. പിന്നൊന്ന് വിമാനത്തിന് വേണ്ടാണ് സ്റ്റെൽത്ത്നെസ്.
കാരണം വിമാനം വളരെയധികം ശബ്ദമോ ഒന്നും ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ വിമാനത്തിൻ്റെ ടെമ്പറേച്ചർ ഭയങ്കര അധികം കൂടിയാലൊക്കെ അതൊക്കെ ആൾക്കാർക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. സെൻസറുകൾക്കും എയർ ഡിഫൻസിനും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ യുദ്ധവിമാനങ്ങൾക്ക് പ്രത്യേകിച്ചും നല്ല ഒരു സ്റ്റെൽത്ത് വേണം. അപ്പോൾ നോയ്സ് ഒക്കെ കുറവായിരിക്കണം. അതാണ് യുദ്ധവിമാനത്തിൻ്റെ വേറൊരു ക്വാളിറ്റി. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് വളരെ സ്ട്രോങ് ആയിരിക്കണം. ഹൈ ടെമ്പറേച്ചർ വന്നാലും മെറ്റീരിയൽസ് പെട്ടെന്ന് നശിച്ചു പോകരുത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ ത്രസ്റ്റ്, ആക്സലറേഷൻ, സ്പീഡ്, എഫിഷ്യൻസി, ഫ്യൂൽ എഫിഷ്യൻസി, അതുപോലെ നോയ്സ്, സ്ട്രെങ്ത്ത്, ഇതെല്ലാം ചില ബേസിക് ഫീച്ചേഴ്സാണ്. എല്ലാ എൻജിനുകളുടെയും, എല്ലാ ഫൈറ്റർ ജെറ്റ് എൻജിനുകളുടെയും ബേസിക്കായ ഫീച്ചറുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫൈറ്ററുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും ബെറ്റർ ഉള്ളത് നോക്കും. ഏത് ജെറ്റിനാണ് ഏറ്റവും കൂടുതൽ ത്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്നത്, ഏറ്റവും പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും കുറച്ച് നോയ്സ് ഉള്ളത്, ഏറ്റവും നല്ല തെർമൽ സ്ട്രെങ്ത് ഉള്ളത്, ഏറ്റവും നല്ല ഫ്യൂൽ എഫിഷ്യൻസി ഉള്ളത്, ഇങ്ങനെ എല്ലാ ഇൻഡിക്കേറ്ററും നോക്കിയാണ് ഈ വിമാനത്തിന് ജെറ്റ് എൻജിൻ എടുക്കുന്നത്. അപ്പോൾ അതെടുക്കുമ്പോൾ അതിൻ്റെ വേറൊരു കൺസിഡറേഷൻ കൂടെ ഉണ്ട്. ഇത് റിലയബിൾ ആയിരിക്കണം, എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണം, അത് വളരെ കോസ്റ്റ്ലി ആവരുത്. അപ്പോൾ ഇന്ത്യയുടെ തേജസ് MK-1 വിമാനങ്ങൾ ഇപ്പോൾ കുറേ നമ്മുടെ എയർഫോഴ്സിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു എൻജിൻ വേണം. അപ്പോൾ നമ്മൾ പല ശ്രമങ്ങൾ നടത്തി. നമ്മൾ കുറേ പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യ സ്വന്തമായിട്ടൊരു എൻജിൻ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ പേരാണ് കാവേരി എൻജിൻ പ്രോഗ്രാം. അതാണ് ഈ കാണുന്നത്. അപ്പോൾ കാവേരി എൻജിൻ പ്രോഗ്രാം കുറേ പതിറ്റാണ്ടുകൾ നീണ്ടു അത്. പക്ഷെ അതിന് പല ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഉദ്ദേശിച്ച ത്രസ്റ്റ് കിട്ടുന്നില്ല, അത്ര ഹൈറ്റിൽ വരുമ്പോൾ അത്ര പെർഫോമൻസ് നന്നാവുന്നില്ല. പിന്നെ ഇന്ത്യയിൽ ഈ വക ഡെവലപ്മെൻറ്റിന് കുറേ ബ്യൂറോക്രാറ്റിക് ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഭയങ്കര കോർഡിനേഷൻ ഇഷ്യൂ ഉണ്ട്. അങ്ങനെ പതിറ്റാണ്ടുകൾക്ക് ശേഷം അൺഫോർച്ചുനേറ്റ്ലി കാവേരി എൻജിൻ്റെ ഡെവലപ്മെൻറ്റ് അത് ഫെയിൽ ചെയ്തു എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഇൻഡിജീനിയസ് ഓപ്ഷൻ ഇല്ലാണ്ട് പോയി. പിന്നെ വന്നൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ റഷ്യയുടെ എൻജിനുണ്ട്, RD-33. അപ്പോൾ അത് നല്ലൊരു എൻജിനാണ്. പക്ഷേ വിശദമായ സ്റ്റഡീസ് നടത്തിയപ്പോൾ അത് അത്ര റിലയബിൾ അല്ല. കാരണം അതിൽ നിന്ന് വളരെയധികം സ്മോക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യപ്പെടാം. അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് വളരെ കോസ്റ്റ്ലിയും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വേണ്ടതാണ്. അതുകൊണ്ട് റഷ്യയുടെ RD-33 ഇന്ത്യ റിജക്റ്റ് ചെയ്തു. പിന്നെ നോക്കിയത് യൂറോപ്പിൻ്റെ യൂറോജെറ്റ് 200 ആണ്. അപ്പോൾ അതും നല്ലൊരു എൻജിനായിരുന്നു. പക്ഷേ അത് തേജസ്സുമായിട്ട് ഇൻകോമ്പാറ്റബിൾ ആണ്. തേജസ്സിലേക്ക് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ അതും റിജക്റ്റ് ചെയ്തു. സിമിലർലി ഫ്രാൻസിൻ്റെ സഫ്രാൻ M88 എന്നൊരു എൻജിനുണ്ട്. അപ്പോൾ അത് കാണാം. അതും കുറേ സ്റ്റഡീസിന് വിധേയമാക്കി. പക്ഷേ അവസാനം അതും റിജക്റ്റ് ചെയ്തു. അവസാനമാണ് ഇന്ത്യ അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കിൻ്റെ ഒരു ഫേമസ് എൻജിൻ സീരീസ് ഉണ്ട്. അതായത് GE-F404. ആ സീരീസാണ് ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യാനെടുത്തത്. അപ്പോൾ അത് ആ സീരീസ് ഡയറക്റ്റ് അല്ല, അതിൻ്റെ ഒരു അപ്ഗ്രേഡ് വെർഷനുണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് GE-F404 IN-20. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എൻജിൻ. അപ്പോൾ സാധാ എൻജിനിൽ നിന്ന് കുറേ കൂടെ അഡ്വാൻസ്ഡ് ആണത്. അപ്പോൾ ഇന്ത്യ അത് നേരത്തെ ഉപയോഗിച്ച് തുടങ്ങി. ഇപ്പോൾ 2016 ഇന്ത്യ അത് കുറേ 65 വാങ്ങിയിരുന്നു, അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തിടെ 2021 ഇന്ത്യ ഒരു കരാർ ഒപ്പിട്ടു. അതനുസരിച്ച് 99 ഈ എൻജിനുകൾ ഇന്ത്യ വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യ വാങ്ങിത്തുടങ്ങി. അടുത്തിടെ ഫസ്റ്റ് വൺ വന്നു. അപ്പോൾ ഈ സ്പെസിഫിക് എൻജിൻ, അതായത് GE-404F IN-20 തിരഞ്ഞെടുത്തതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ തേജസ് MK-1 ഏറ്റവും ബെസ്റ്റ് അതായിട്ടാണ് സ്യൂട്ട് ചെയ്തത്. അപ്പോൾ ബേസിക്കലി ഈ എൻജിൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്. അതായത് GE-F404 എൻജിൻ ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് പല എയർഫോഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ FA-18 ഉപയോഗിക്കുന്നുണ്ട്, കാണാം. F-77 നൈറ്റ് ഹോക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. F-20 ടൈഗർ ഷാക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. തുർക്കിയുടെ ഹൂർജറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. കൊറിയയുടെ KAI T-50 ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി പല രാജ്യങ്ങളും, അമേരിക്കയും അതുപോലെ തുർക്കിയും സൗത്ത് കൊറിയയൊക്കെ അവരുടെ എയർഫോഴ്സിൽ ഉപയോഗിക്കുവാണ്. പല നാറ്റോ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ജെറ്റുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തുർക്കിയും സൗത്ത് കൊറിയയും ഈ സിമിലർ എൻജിൻ അവർ ലൈസൻസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരതിൻ്റെ അസംബ്ലി ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ലോകത്ത് ഉപയോഗിക്കുന്നതിൽ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയ ഒരു എൻജിനാണ് ഈ GE-F404 IN-20. പല എയർഫോഴ്സുകളും അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ അതിന് പല ഫീച്ചേഴ്സുണ്ട്. ഒന്ന്, അതിൻ്റെ ത്രസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഫോഴ്സ് 84 kN ഉണ്ട്. അപ്പോൾ അത് ബെയർലി നല്ലൊരു ത്രസ്റ്റാണ്. അപ്പോൾ നല്ല രീതിയിൽ വിമാനത്തിന് ആക്സലറേഷനും എല്ലാം കിട്ടാൻ നല്ലതാണ്. അപ്പോൾ 84 kN ത്രസ്റ്റ് ഉണ്ട്. ഈ വിമാനം ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ അഡ്വാൻസ്ഡ് ആണ്. ഹയർ ടെമ്പറേച്ചർ മാനേജ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ വന്നാലും ഈ എൻജിനുകൾക്ക് അങ്ങനെ തെർമൽ സ്ട്രെസ്സോ വരില്ല, അത് പെട്ടെന്ന് നശിച്ചു പോവില്ല, അത് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിക്കുന്ന പല മെറ്റീരിയൽസും മോഡേൺ ആണ്. അപ്പോൾ പുതിയ ടൈപ്പ് സെറാമിക്സ് ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹോട്ട് സെക്ഷൻ, ഇപ്പോൾ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിൽ ഫ്യൂല് കത്തി അതിൽ എയർ എക്സ്പാൻഡ് ചെയ്ത് ആ എയർ പിന്നെ ചെറിയ നോസിലിൽ കൂടെ വിട്ടാണ് എഞ്ചിൻ നീങ്ങുന്നത് അല്ലെങ്കിൽ ത്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതിലുപയോഗിക്കുന്ന ഹോട്ട് സെക്ഷൻ വളരെ അഡ്വാൻസ്ഡ് ആണ്. അതിലുപയോഗിക്കുന്ന സെറാമിക്സ് ഒക്കെ അഡ്വാൻസ്ഡ് ആണ്. അതുപോലെ ഈ സ്പെസിഫിക് എഞ്ചിന് ഇന്ത്യയിലെ സ്പെസിഫിക് ക്ലൈമറ്റിൽ നന്നായിട്ട് മാനേജ് ചെയ്യാം. അപ്പോൾ ഈ എൻജിൻസൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വിമാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ കോൾഡ് ക്ലൈമറ്റുള്ളിടത്ത് അതിൻ്റെ പെർഫോമൻസ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ത്യയുടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹോട്ടാണ്, വളരെ ഹ്യൂമിഡാണ്. അപ്പോൾ ഇവിടുത്തെ എയർ തന്നെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ വിമാനത്തിൻ്റെ പെർഫോമൻസിന് അവിടുത്തെ ലോക്കൽ അറ്റ്മോസ്ഫിയറൊക്കെ സ്വാധീനിക്കും. അപ്പോൾ ഇന്ത്യയുടെ അറ്റ്മോസ്ഫിയറിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ എൻജിൻ. ആ ടെസ്റ്റുകളിൽ തെളിഞ്ഞതാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രോണിക് സിസ്റ്റം അഡ്വാൻസ്ഡ് ആണ്. അതായത് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എൻജിൻ കൺട്രോൾ എന്ന സിസ്റ്റം ഉണ്ട്. അത് വളരെ അഡ്വാൻസ്ഡ് ആയ ഡിജിറ്റൽ കൺട്രോൾ ഈ എൻജിനുണ്ട്. ഈ എൻജിൻ്റെ മാനേജ്മെൻറ്റ്, എൻജിൻ എങ്ങനെ നീങ്ങുന്നു, എൻജിൻ്റെ ഫ്യൂവൽ എത്ര എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നു, എൻജിൻ എളുപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, അതെല്ലാം അഡ്വാൻസ്ഡ് ആണ്. ഈ എൻജിനിൽ ഉപയോഗിക്കുന്ന ബ്ലേഡുകളുണ്ട്. ഇപ്പോൾ ടർബൈൻ ബ്ലേഡുകൾ നമുക്ക് കാണാം. അത് വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ സ്ട്രക്ചറലി അതിൻ്റെ ഇലക്ട്രോണിക്സ് എല്ലാം വളരെ അഡ്വാൻസ്ഡ് ആണ്. ഫ്യൂവൽ വളരെയധികം കുറച്ച് ഉപയോഗിക്കുന്ന, ഫ്യൂവൽ എഫിഷ്യൻസി വളരെയധികം കൂടിയൊരു എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെ എയർ ഫ്ലോ ഒക്കെ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫ്യൂവൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കമ്പഷൻ എഫിഷ്യൻസി വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഫ്യൂവൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ഉപയോഗിച്ച് നല്ല ത്രസ്റ്റിലും ആക്സലറേഷനിലും നല്ല ദൂരവും പോകാൻ പറ്റും. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന സെറാമിക് മിക്സ് ഞാൻ പറഞ്ഞു, അതിൻ്റെ ഹോട്ട് സെക്ഷൻ വളരെ അഡ്വാൻസ്ഡ് ആണ്. അതിൻ്റെ കൂളിംഗ് സിസ്റ്റം വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് എൻജിന് കേടുപാടുകൾ അങ്ങനെ വരില്ല. അതിൻ്റെ മെയിൻ്റനൻസ് കുറേ കൂടെ ഈസിയാണ്. അപ്പോൾ പല ടെസ്റ്റുകൾ പറയുന്നത് ഇത് ഒരു തവണ മെയിൻറ്റെയിൻ ചെയ്താൽ 1000 മണിക്കൂറോളം ഉപയോഗിക്കാം കാര്യമായ കേടുപാടില്ലാണ്ട്. അത് വലിയൊരു ഗുണമാണ്. കാരണം പെട്ടെന്നൊരു യുദ്ധമൊക്കെ വരുമ്പോൾ എത്ര മണിക്കൂർ, കൂടുതൽ മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റണം ഈ യുദ്ധവിമാനങ്ങൾ. അതിന് എൻജിന് അതിൻ്റെ ഒരു റോബസ്റ്റ്നെസ് വേണം. അതുണ്ട്. അതുപോലെ എൻജിൻ കണ്ടീഷൻ മോണിറ്റർ ചെയ്യുന്ന ഇൻഫ്ലൈറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതുപയോഗിച്ച് എൻജിൻ എന്തോരം എയർ ആൻഡ് വെയർ എന്തോരം ഇത് പറ്റി നമുക്കറിയാൻ പറ്റും. അതെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി, അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് എപ്പോഴും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് മെയിൻ്റനൻസ് ഒരു തവണ ചെയ്താൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അങ്ങനെ മൊത്തം നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഒരു 15-20% കുറവാണ്. അപ്പോൾ നമ്മൾ ഈ വിമാനം ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ, 100 കണക്കിന് വിമാനങ്ങളിൽ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ മൊത്തത്തിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറഞ്ഞു കിട്ടും. അപ്പോൾ അത് ഇന്ത്യൻ എയർഫോഴ്സിന് വലിയൊരു സാമ്പത്തികപരമായ അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. ഒരു ലോജിസ്റ്റിക്സ് പരമായിട്ട് കുറേ കാര്യങ്ങൾ ഒന്നിച്ച് ഉപയോഗിക്കാം. അങ്ങനെ പല രീതിയിലുള്ള അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയെല്ലാം അഡ്വാൻസ്ഡ് ആയ എൻജിൻ നമ്മൾ അതുകൊണ്ടാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. ഇപ്പോൾ 2025 12ഓളം എൻജിൻസ് വരും. അത് നമ്മുടെ HAL അത് അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ തേജസിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യും. പിന്നെ ഓരോ കൊല്ലം 20 വെച്ച് അങ്ങനെ അവസാനം കുറച്ച് കൊല്ലങ്ങളും ഉണ്ട് 99 എൻജിൻ നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ് ഈ എൻജിൻ അഡ്വാൻസ്ഡ് ആണെങ്കിലും ചില ഇഷ്യൂസ് വന്നു. പിന്നെ പ്രോസസ്സ്, ഈ എൻജിൻ്റെ ചില പാർട്സ് യൂറോപ്പിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ചില ഘട്ടങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിൻ്റെ ചില കോമ്പണൻസ് തരാൻ മടിച്ചു. കാരണം അവർ വിചാരിച്ചത് അവരിത് ഇന്ത്യക്ക് തന്നാൽ ഇന്ത്യ ഈ കോമ്പണൻസ് റഷ്യയിലേക്ക് എത്തിക്കും. അപ്പോൾ റഷ്യക്കെതിരെ പല സാങ്ഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം, ടെക്നോളജിക്കൽ സാങ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില യൂറോപ്യൻ രാജ്യങ്ങൾ ചില സമയത്ത് തരാനൊക്കെ മടിച്ചു. അല്ലെങ്കിൽ സൗത്ത് കൊറിയയിലെ ചില പാർട്സ് കിട്ടാനൊക്കെ പാടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാലവും ഫോറിൻ എൻജിൻ ഡിപ്പെൻഡ് ചെയ്യണത് കുറച്ച് ഇതാണ്. അപ്പോൾ നമ്മൾ കാലക്രമേണ ഇതിൻ്റെ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി നമ്മൾ ആവശ്യപ്പെടും, അല്ലെങ്കിൽ അതിന് നമ്മൾ ഇത് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ചില ഇഷ്യൂസൊക്കെ വരാം. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ ഈ കരാറിൽ ഏർപ്പെട്ടു എന്ന് വെച്ചാൽ ഇതിലും അഡ്വാൻസ്ഡ് ആയ വേറൊരു എഞ്ചിനുണ്ട്, GE 414. അപ്പോൾ ഇന്ത്യ അത് ടെക്നോളജി ട്രാൻസ്ഫറോടുകൂടി, അതായത് ജനറൽ ഇലക്ട്രിക്കൽസ് അതിൻ്റെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും കൈമാറും. ഇന്ത്യ അത് വാങ്ങാതിരിക്കുവാണ്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ICET എന്നൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട്, ഇനിഷ്യേറ്റീവ് ഫോർ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക സമ്മതിച്ചിട്ടുണ്ട് അമേരിക്ക ഇതിൻ്റെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറാം. അങ്ങനെ ഈ ജനറൽ ഇലക്ട്രിക്കൽസിൻ്റെ തന്നെ GE 414 എഞ്ചിൻ ഇന്ത്യയിലേക്ക് വരും. അപ്പോൾ അത് വന്നാൽ നമ്മുടെ അഡ്വാൻസ് മൾട്ടി കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ഉണ്ട്, അതായത് തേജസ് MK2, അതിലേക്ക് നമ്മൾ ആ എഞ്ചിൻ ഉപയോഗിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് നമുക്ക് ബന്ധങ്ങൾ കൂടിയിട്ടുണ്ട്. ഇനി ഫർദർ ഈ എഞ്ചിനും ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയോടുകൂടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ പെർഫോമൻസ് വളരെ ബെറ്ററാണ്. അതുപോലെ ഇതിൻ്റെ ഫർദർ അഡ്വാൻസ്മെൻറ്റ് ഇന്ത്യക്ക് കിട്ടാൻ എളുപ്പമാണ്, ടെക്നോളജി അടക്കം. അതുകൊണ്ടാണ് ബാക്കി എല്ലാ എഞ്ചിനും വെച്ച് ഇന്ത്യ ഇത് പ്രിഫർ ചെയ്തത്, ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക.
അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ ഈ ടോപ്പിക് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തെല്ലാം പുതിയ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ദയവായിട്ട് കമൻറ്റ് സെക്ഷനിൽ ഇടുക. അപ്പോൾ ഇതിനു മുമ്പ് പല കമൻറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ പറയുന്ന ടോപ്പിക്സ് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സജഷൻസ് ഉള്ള ടോപ്പിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുവാണ്. ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക.